അപ്പോ ജോലിയുടെ ഈ ഒഴുക്ക്, അതായത് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകുവാൻ കഴിവുള്ളവർ, ഇപ്പൊ എല്ലാ തൊഴിൽ ചെയ്യുന്നവർക്കും ആ ഒരു സംഗതി അനുവദിച്ച് കിട്ടണമെന്നില്ല. അത് പ്രധാനമായിട്ടും കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കൈവേലക്കാർ എന്ന് വിളിക്കുന്ന, അത് ജപ്പാനിലെ വരെ താഗുമികൾ എന്നാണ് വിളിക്കാറുള്ളത്. താഗുമികൾ അല്ലെങ്കിൽ എഞ്ചിനീയർമാര്, ജീനിയസുകൾ, നല്ല ജീനിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെ ഒഴുക്കിനൊപ്പം നീന്തി പോകുന്നവരാണ്. അതായത് ആ ഒരു തൊഴിലിനോട് വളരെയധികം ലയിച്ചു ചേർന്ന് ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ്. പിന്നെ ഒരു വിഭാഗമാണ് ഒട്ടാക്കുസ് എന്ന് വിളിക്കുന്നത്. ഒട്ടാക്കുസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ ഇതൊക്കെ ചെയ്യുന്നവർ, ഇതിന്റെ ആരാധകരെയൊക്കെയാണ് ഒട്ടാക്കുസ് എന്ന് വിളിക്കുന്നത്. ഇവർക്കൊക്കെയും ഇങ്ങനെ ഇഴുകിച്ചേർന്ന് പോകുവാൻ സാധിക്കും. ചില അവസ്ഥകളിൽ ഡോക്ടേഴ്സിനും ഇതുപോലെ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ്, നമ്മൾ വിചാരിക്കും ഈ സർജറി ഒക്കെ ചെയ്യുന്നവർ വളരെയധികം ആപൽക്കരമായ ജോലി, കാരണം ഒരു ജീവൻ വെച്ചിട്ടാണ് അവരുടെ പ്രവർത്തനം ചെയ്യുക. പക്ഷെ ചില സർജന്മാരും ഇതുപോലെ ഇക്കിഗായി അനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ട് അതിനെ കൂടുതൽ ആസ്വാദ്യതയോടുകൂടി സർജറി ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോ കൈവേലക്കാര്, എഞ്ചിനീയർമാര് അല്ലെങ്കിൽ കണ്ടുപിടുത്തക്കാര്, ആനിമേഷന്റെയും ഗ്രാഫിക്സുകളുടെയും ഒക്കെ ആരാധകര്, ഇവർക്ക് തമ്മിൽ ഒരു ചെറിയ സാമ്യമുണ്ട് ഈ കാര്യത്തിൽ. ഈ ആളുകൾക്കെല്ലാം തമ്മിൽ അവരുടെ തൊഴിലുകളിൽ കൂടുതൽ ലയിച്ചു ചേർന്ന് ഒഴുക്കിന്റെ ഒപ്പം നീന്തി പോകാൻ കഴിയുന്നവരാണ് എന്ന് പറയും. അപ്പോ ജപ്പാനിലെ ആളുകൾക്ക് ഒരു പ്രത്യേകത എടുത്തു പറയുന്നത്, വളരെയധികം അവര് ഹാർഡ് വർക്കേഴ്സാണ്, കഠിനാധ്വാനികളാണ്. കാരണം ആ ഒരു തൊഴിലിനെ ആസ്വദിച്ച്, അതിനോട് നമ്മൾ പറയുമ്പോൾ അവരെ കഠിനാധ്വാനികൾ എന്ന് പറയും, പക്ഷെ അവരതിന് ആസ്വദിച്ച് ചെയ്യും. എത്രത്തോളം അവര് ഒരു എൻഡിങ് പോർഷൻ കാണുമോ അതിന്റെ അവസാനം വരെ നിൽക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിന് അവർ ഇറങ്ങി പുറപ്പെട്ടാലും ചെയ്യാറുള്ളത്. മാത്രമല്ല അവര് വളരെയധികം മനുഷ്യ സ്നേഹമുള്ളവരാണ്. തന്റെ ഒരു കാര്യത്തെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു മാനസിക പ്രവണതയുള്ള വ്യക്തികളാണ് ജപ്പാനിലെ ആളുകൾ എന്ന് പറയാറ്. പ്രത്യേകിച്ച് ഈ ബുള്ളറ്റ് ട്രെയിനുകൾ ഒക്കെ വന്നത് ജപ്പാനിലാണ്. അത് ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളൊക്കെ വന്നത് ജപ്പാനിലാണ്. അപ്പൊ അവിടെ ഉള്ളവർക്ക് ഒരു പ്രത്യേകത, ഈ ബുള്ളറ്റ് ട്രെയിനുകൾ അധിക സമയം സ്റ്റേഷനുകളിൽ നിർത്താറില്ല, വരുന്നു പെട്ടെന്ന് തന്നെ പോകുന്നു. ആളുകൾ മുഴുവൻ കയറിയിട്ടുണ്ടോ എന്നുള്ളത് പോലും അവിടെ പ്രശ്നമല്ല. പക്ഷെ അങ്ങനെയൊക്കെ പുറത്ത് രാജ്യത്ത് നിന്ന് ഒരാൾ ഇത് അറിയാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ അവരെ ഈ ജപ്പാനിലുള്ള ആളുകൾ സഹായിക്കാറുണ്ട്. ട്രെയിനിൽ കയറാനും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കാനും ഒക്കെ സഹായിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ സഹായിക്കാൻ വരുമ്പോൾ ഇവരുടെ ട്രെയിൻ ആ സമയത്ത് പോയിട്ടുണ്ടാവാം. അതും ഒഴിവാക്കിയിട്ടാണ് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ഈ സേവനമൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് ജപ്പാനിലേത് എന്ന് പറയാം. അപ്പോ ജപ്പാനിലുള്ള ആളുകളെ കുറിച്ച് അവർ തന്നെ പറയുന്നത്, സാധാരണ ഉള്ളതിനേക്കാൾ കഠിനാധ്വാനികളാണ് ഞങ്ങളെന്നാണ്. അതായത് യഥാർത്ഥത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ത്വരയുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കഴിവുകളുണ്ട്. ആ കഴിവിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നാണ് അവർ തന്നെ സ്വയം പറയാറുള്ളത്. അതായത് ഏത് തൊഴിലിലും മുഴുകുവാനുള്ള ഒരു കഴിവ് മറ്റൊരു രാജ്യത്തിലുള്ളവരെക്കാളും ഒരു മടങ്ങായിട്ട് കൂടുതൽ ജപ്പാനികൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് അവർക്ക് സ്ഥിരോത്സാഹമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത്. അപ്പോൾ അവര് പഠിക്കുന്ന കാലം, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതൊരു മേഖലയിലും ജീനിയസ് ആയ വ്യക്തികളെ എടുത്തു നോക്കുമ്പോൾ ഇവരുടെ പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നമ്മളിപ്പം മികച്ച ചെണ്ട വിദ്വാൻമാരെ, ഉത്സവ കാലങ്ങൾ വരുമ്പോൾ ചെണ്ടയിലെ വാദ്യവിദ്വാൻമാരെ കുറിച്ചിട്ട് കേൾക്കും. ഇപ്പൊ പെരുവനം കുട്ടന്മാരെ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേൾക്കും. അല്ലെ മട്ടന്നൂർ, ഇവരൊക്കെയാണ് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ചെണ്ടവാദ്യത്തിന്റെ ആളുകൾ. അപ്പൊ ഇവരുടെ ചെറുപ്പകാലങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് അറിഞ്ഞത്, 35 വർഷക്കാലം ഇവര് ഒരു ഗുരുവിന്റെ കീഴിൽ ചെണ്ട അഭ്യസിച്ചു. ഈ 35 വർഷത്തോളവും ഇവരെ ഒരു വേദിയിലും കയറുവാൻ അനുവദിച്ചിരുന്നില്ല ഇവരുടെ ഗുരുക്കന്മാരെന്നാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, അവരുടെ ആ ഒരു വാദ്യം ഉപയോഗിക്കുന്ന രീതിയിൽ ആ ഗുരുവിന് ഒരിക്കലും തൃപ്തി വന്നിട്ടില്ല. കാരണം ഒരു വേദിയിൽ കയറി അവതരിപ്പിക്കുവാനുള്ള ഒരു
രീതിയിലേക്ക് വളർന്നിട്ടില്ല എന്നൊരു തോന്നലിൽ നിന്ന് ഇവരെ 35 വർഷക്കാലവും ഇത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ഉപയോഗിച്ചു. പക്ഷെ അതുകൊണ്ടായിരിക്കാം അവരൊക്കെ പിന്നീട് അതിലെ ജീനിയസുകളായി മാറി. ആ ഒരു രീതിയിലാണ് ജപ്പാനിലെ ആളുകൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നാതെ, അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അത് മേലുദ്യോഗസ്ഥന് തൃപ്തി തോന്നാതെ പറഞ്ഞു കഴിയുമ്പോൾ സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ്, 1 ചെയ്തു, 2 ചെയ്തു, 3 ചെയ്തു, 4 ചെയ്തു, കുറെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ശരിയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോരാറുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല, അവരതിന്റെ അവസാനം വരെ നിൽക്കും. എപ്പോഴാണ് ഈ മേലുദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഗുരുവിന് തൃപ്തിയാകുന്നത് ഇതുവരെ ചെയ്യാനായിട്ട് അവരെത്ര കാലം വേണമെങ്കിലും ചെലവഴിക്കുവാനായിട്ട് ഇവർ തയ്യാറാണ്. അപ്പോ അത്യന്തം അല്ലെങ്കിൽ ആശ്രാന്തം പരിശ്രമിക്കുക എന്ന് പറയുന്നത് ശരിക്കും ജപ്പാനികളുടെ കാര്യങ്ങളിലാണ് അർത്ഥവത്താകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക, ഇതൊക്കെ അവരുടെ ഒരു പോസിറ്റീവ്നെസ് ആണ്. ഒരാൾക്ക് വേണ്ടി നന്മകൾ ചെയ്യാനായിട്ട് അങ്ങ് ഉറച്ചു നിൽക്കും അവസാനം വരെ. എന്തൊക്കെ അതിനകത്ത് പ്രതിബന്ധങ്ങളും തിരിച്ചടികളൊക്കെ നേരിട്ടാലും അവർ നിൽക്കും. അപ്പോ ആഴത്തിലുള്ള പഠനം അവരുടെ കയ്യിലുണ്ട്. പഠനം ചെയ്യുവാനുള്ള ഒരു കഴിവ്, ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഏറ്റവും അത് പ്രത്യേകിച്ചൊരു മഹത്തരമായ ജോലികൾ ചെയ്യുന്നതിൽ മാത്രമല്ല, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അല്ലെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, എഞ്ചിനീയർമാര് അല്ലെങ്കിൽ ഡോക്ടർമാർ, ഇങ്ങനെയുള്ള തൊഴിലുകൾ ചെയ്യുന്നതിൽ മാത്രമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നവർ പോലും ഈ ഒരു കൃത്യതയും വ്യക്തതയും അവിടെ പുലർത്താറുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെ നിന്ന് റിട്ടയർമെന്റ് എടുക്കുന്ന അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് ജോലിയിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവർ പിന്നീട് അവിടുത്തെ നെൽപ്പാടങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ കൃത്യമായി ജോലി ചെയ്യുന്ന ആളുകളായിട്ട് മാറാറുണ്ട്. വയസ്സുകാലത്ത് അവരിവിടെ എല്ലാം പോയി കൃത്യമായിട്ട് ജോലി ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ അവർ തന്നെ ഉത്പാദിപ്പിക്കുക. ഇതൊക്കെ കോളേജ് കാലഘട്ടം മുതലേ അവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട്. വയലിൽ ജോലി ചെയ്യാൻ, അതുപോലെയുള്ള ജോലികളെല്ലാം തന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തും കുട്ടിക്കാലത്തും ഒക്കെ ഇവരെ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ ജപ്പാനിൽ ഉള്ളവരുടെ കാർട്ടൂൺ ഫിലിമുകളൊക്കെ കണ്ടാൽ അറിയാം. അതിനകത്ത് പ്രധാനമായിട്ട് ഒരു നായക വേഷത്തിൽ വരുന്ന ഒരു കാർട്ടൂണിലെ കഥാപാത്രത്തിന്റെ നെഗറ്റീവ്സ് ആയിരിക്കും ആദ്യം കാണിക്കും. കാരണം അവനൊരു ദൗർബല്യം ഉണ്ടായിരിക്കും. അവനൊരു വീരനായിരിക്കാം, വീരനാകാനുള്ളവനൊക്കെ ആയിരിക്കാം, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും ഇവൻ എവിടെയെങ്കിലും ഒരു ഫോൾട്ട്, അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, ഈ ഫോൾട്ടിനെയാണ് ആദ്യം ആ ചിത്രങ്ങളൊക്കെ കാണിക്കുക. എന്നിട്ട് ഈ ഒരു ആനിമേഷൻ ഫിലിം അവസാനിക്കുമ്പോൾ ഇവൻ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് വിജയിച്ചു വരുന്ന ഒരു മനുഷ്യനായിട്ടാണ് മിക്കവാറും എല്ലാ കാർട്ടൂൺ സീരീസുകളിലും ഒക്കെ, ജപ്പാനിൽ നിന്ന് ഇറങ്ങുന്ന സീരീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ താകുമി എന്ന കല എന്ന് പറയുന്നു. താകുമി എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേക കഴിവുകളുള്ള വ്യക്തികളെ, കൈവേല ചെയ്യുവാൻ അല്ലെങ്കിൽ കൈത്തൊഴിൽ ചെയ്യുവാൻ പ്രത്യേക കഴിവുകളുള്ള വ്യക്തികളെ ആ നാട്ടിലെ ജപ്പാനിലെ ആളുകൾ, ജപ്പാനിലെ തൊഴിലുടമകളൊക്കെ വളരെയധികം വേണ്ട വിധം പരിഗണിക്കാറുണ്ട് എന്ന്. അതായത് ടയോട്ട കമ്പനി തുടങ്ങുന്നത്, ടയോട്ടോ എന്ന കാർ കമ്പനി തുടങ്ങുന്നത് ജപ്പാനിലാണ്. ഒരു കാലത്ത് ഏറ്റവും മികച്ച കാറുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഈ ടയോട്ട കമ്പനിയാണ്. ഇന്നും അതിന്റെ പകിട്ടുകളൊന്നും തന്നെ കുറഞ്ഞിട്ടില്ല എന്ന് പറയും. ഇന്നും ടയോട്ടയുടെ കാറിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അപ്പോൾ ഈ ടയോട്ടോ കമ്പനിയിലൊക്കെ ചില പ്രത്യേക തൊഴിൽ ചെയ്യുന്ന ആളുകളെ അവർ പ്രത്യേകിച്ച് പരിഗണിക്കാറുണ്ട്. അതായത് ഈ സ്ക്രൂ നിർമ്മിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ സ്ക്രൂ നിർമ്മിക്കുമ്പോൾ മെഷീനറി ഉപയോഗിച്ചിട്ടായിരുന്നില്ല, കൈകൊണ്ട് ഇത് വെട്ടിയെടുക്കുന്ന ആളുകൾ, സ്ക്രൂ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇന്നും അവിടെയൊക്കെ കൈകൊണ്ട് സ്ക്രൂ നിർമ്മിക്കുന്ന തൊഴിലാളികളെ കാണാൻ കഴിയുമെന്നുള്ളതാണ് പറയാം. ഈ ടൊയോട്ടോ കമ്പനിയിലൊക്കെ ചെന്നാൽ അവിടെ കൈകൊണ്ട് സ്ക്രൂ നിർമ്മിക്കാൻ കഴിവുള്ള കൈവേലക്കാരെ ഇവര് പ്രത്യേകമായിട്ട് സംരക്ഷിക്കാറുണ്ട്. പ്രത്യേകമായിട്ട് അവർക്ക് മുറിയൊക്കെ കൊടുത്ത് പ്രത്യേക പരിഗണന കൊടുത്ത് ഇവരുടെ ആ ഒരു കഴിവിനെ പരിഗണിച്ചുകൊണ്ട് നിലനിർത്താറുണ്ട്. ഇത് മാത്രമല്ല, കഴിയുമെങ്കിൽ അത് വരുന്ന തലമുറയ്ക്ക് കൂടി ആ ഒരു ടെക്നോളജി പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇവർ തയ്യാറെടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ രഹസ്യങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്, ഒരാളുടെ കയ്യിൽ ഇത്തരം കഴിവുകൾ ഉണ്ടെങ്കിൽ ഇത് മറ്റാർക്കും പറഞ്ഞു കൊടുക്കില്ല, ഇതിന്റെ രഹസ്യം പുറത്തേക്ക് പറയാതെയൊക്കെ സൂക്ഷിക്കുന്നവരുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവരിത് വരും തലമുറയെ കഴിയുമെങ്കിൽ പഠിപ്പിക്കുവാനൊക്കെ കൂടി ശ്രമിക്കാറുണ്ട്. കാരണം ഇവരുടെ കാലശേഷം അതിനൊരു പകരക്കാരനുണ്ടാകണം എന്നുള്ള ചിന്തകളിൽ നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെ അതിലൂടെ തന്റെ കഴിവ് എന്നും നിലനിൽക്കണം, അല്ലെങ്കിൽ എന്നും ലോകം അറിഞ്ഞിരിക്കണം എന്നുള്ള ചില ചിന്തകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രൂ നിർമ്മിക്കുന്ന ആളുകളെ ടൊയോട്ട കമ്പനി സംരക്ഷിക്കാറുണ്ട് എന്ന് ഈ ഗ്രന്ഥം എഴുതുന്ന ആളുകൾക്ക് പഠനത്തിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞു. അതുപോലെ
ഇത്തരത്തിലുള്ളവരെയാണ് താഗുമി, ഒരു പ്രത്യേക കഴിവുകൾ ഉള്ള ആളുകൾ, കൈവേല ചെയ്യുവാനുള്ള പ്രത്യേക കഴിവ്, ഇവർക്ക് മാത്രമേ ഈ കഴിവുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെയാണ് താഗുമികൾ എന്ന് അവിടെയുള്ളവർ വിളിക്കാറുള്ളത്, ജപ്പാൻകാർ വിളിക്കാറുള്ളത്. അപ്പോ ഹിരോഷിമ നഗരത്തിന് അടുത്തുള്ള കുമാനോയിൽ അവർ ഒരു താഗുമിയെ കണ്ടു. അവർ നേരിട്ട് കണ്ട ഒരു താഗുമിയെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പൊ ആ താഗുമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ബ്രഷുകൾ. ഇപ്പൊ നമ്മുടെ ഈ ഫേസ്, സ്ത്രീകളൊക്കെ ഫേസ് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു തരം ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. അത്തരം ബ്രഷുകൾ പലതും ഇറങ്ങുന്നത് അല്ല നിർമ്മിച്ചു വരുന്നത് ജപ്പാനിലെ കമ്പനികളിൽ നിന്നാണ് ആദ്യകാലത്ത് ഇതൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കമ്പനിയിൽ ഇവർ ചെന്നപ്പോൾ അവിടെ എല്ലാ ആളുകളെയും ഇവർ നിരീക്ഷിച്ചു. അവിടെ പല പല ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ബ്രാൻഡഡ് കമ്പനികൾ, ഇപ്പം നമ്മൾ പല ബ്രാൻഡഡ് കമ്പനികളുടെ ബ്രഷുകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള വലിയ പല കമ്പനികളും ജപ്പാനിലാണ് ഉടലെടുത്തിട്ടുള്ളത്. അപ്പോ അവിടെ ചെന്നപ്പോൾ ഈ ഓരോ ആളുകൾക്കും ആ തൊഴിലുകൾ പ്രത്യേകമായി തൊഴിലുകൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ബ്രഷ് നിർമ്മിക്കുന്ന കമ്പനിയാണെങ്കിൽ ഒരാളുടെ ജോലി ആ ബ്രഷിന്റെ പിടി, അല്ലെ ഒന്നിലധികം കുറച്ച് ആളുകളുടെ ജോലി ബ്രഷിന്റെ പിടി ഉണ്ടാക്കുക, ഹാൻഡിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് ചിലപ്പോൾ ആ ഹാൻഡിലുകളിലേക്ക് ഒന്ന് പെയിന്റ് ചെയ്ത് ഭംഗിയാക്കുക എന്ന ജോലിയായിരിക്കാം. ഇനി മറ്റു കുറച്ച് പേർക്ക് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ജോലിയായിരിക്കാം. ഇനി വേറെ കുറെ ആളുകൾക്ക് ഈ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ലോറികളിലും മറ്റുമൊക്കെ നിറയ്ക്കുക, ലോഡ് ചെയ്യുക എന്നുള്ള ജോലികളൊക്കെ ആയിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ ഈ കമ്പനിയിൽ ചെന്നപ്പോൾ ഇവർക്ക് കാണുവാൻ കഴിഞ്ഞു. പക്ഷേ ഒരാളെ മാത്രം, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകളെ മാത്രം ഇവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതായത് ഈ പിടിയും ബ്രഷിന്റെ ഹെയറും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണുവാൻ കഴിഞ്ഞു. നമ്മൾ ഈ ബ്രഷിന്റെ ഹെയറുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, വാലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ അണ്ണാന്റെ വാലുകളാണ് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പെയിന്റിംഗ് ബ്രഷുകളുടെയും മേക്കപ്പ് ബ്രഷുകളിലും ഒക്കെ ഉപയോഗിക്കാറുള്ളത്. സൂക്ഷിച്ച് ഇപ്പം ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്ന ഇത്തരം വാലുകൾ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് കുറച്ചിപ്പം പ്ലാസ്റ്റിക്കിന്റെ ബ്രഷുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൽ ഇതേപോലെ തോന്നുന്ന രീതിയിൽ ഉള്ള ബ്രഷുകൾ. അത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ മലയെണ്ണാന്റെ വാലുകളും ഒക്കെയാണ്. വാലിൽ നിന്ന് വരുന്ന ഒരു രോമമുണ്ട്, വാലതേ പടി ഇങ്ങനെ എടുക്കുകയല്ല, വാലിൽ നിന്ന് വരുന്ന രോമം ശേഖരിച്ചിട്ട് അതിനെ കൃത്യമായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുകയല്ല. അത് വളരെ സങ്കീർണമായിട്ടുള്ള ജോലിയാണ്. അതായത് ഇതിന്റെ കൂട്ടിൽ ഇതിനെ ഇങ്ങനെ താമസിപ്പിക്കുന്നു, വളർത്തുകയാണ്. വളർത്തുമ്പോൾ അതിന്റെ ഉയരമുള്ള കൂടാണ്, അതിന്റെ താഴെ ഇത് താമസിക്കുന്നതിന്റെ അടിത്തട്ടില് ഒരു തരം നെറ്റുകളാണ്, അല്പം കണ്ണിയുടെ അകലമുള്ള നെറ്റുകളാണ്. അപ്പൊ ഇത് അവിടെ ജീവിക്കുന്ന സമയത്ത് ആ വാലിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഈ ഹെയറുകൾ താഴേക്ക് വീഴും. ഇതിനെ ശേഖരിച്ചെടുത്തിട്ടാണ് ഈ ബ്രഷുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചത്. അതുപോലെ ഈ ചിത്രകാരന്മാരുടെ ബ്രഷുകളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. പെയിന്റേഴ്സിന്റെ പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രഷുകൾ, ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാലുകൾ, മലയെണ്ണാന്റെ വാലുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്രഷിന്റെ പിടിയിലേക്ക് ഹെയറുകൾ കൂട്ടിച്ചേർക്കുന്ന ഒരു വ്യക്തിയെ ഈ കമ്പനിയിൽ ഇവർ കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഈ കമ്പനിയുടെ പ്രസിഡന്റുമായിട്ട്, അതിന്റെ പ്രധാന മേലധികാരിയുമായിട്ട് സംസാരിച്ചു. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. കാരണം ഇവിടുത്തെ കുറിച്ച് പഠിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയിലുള്ളവരുമായിട്ട് ചെങ്ങാത്തം സ്ഥാപിക്കണമല്ലോ, കുറെ ദിവസം അവിടെ ചെലവഴിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് ഇവിടെയല്ല, ഈ ഒരു പിടിയും ഹെയറും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരാള് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഇവർ ചോദിച്ചു, കാരണം ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ എന്ന് പറഞ്ഞത്. വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, കുറച്ച് സമയം നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഈ പറയുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ഇവിടുത്തെ താഗുമിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം കമ്പനിക്ക് വെളിയിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് വെളിയിലെത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇതെന്റെ കാറാണ്, ഈ കാറിന്റെ ഉള്ളിലേക്ക് കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. കാറിന്റെ ഉള്ളിൽ കയറി അവിടുന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റ് ഉള്ള ദൈർഘ്യമുള്ള യാത്ര ചെയ്ത് മറ്റൊരു കെട്ടിടത്തിലേക്ക് ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ആ ഒരു വലിയ കെട്ടിടത്തിൽ ഒരു മുറിയിൽ ഒരാൾ മാത്രം, ആ വലിയ കെട്ടിടത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. വേറെ ആരെയും അവിടെ കാണുവാൻ കഴിയുന്നില്ല. അവരിങ്ങനെ, അതൊരു സ്ത്രീയാണ്, അവരിങ്ങനെ മുഖമൊക്കെ മറച്ച്, മുഖംമൂടിയൊക്കെ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന ജോലി ചെയ്യുകയാണ്. ഹെയറുകൾ ഇങ്ങനെ വേർതിരിച്ചിട്ട് അതിങ്ങനെ ബ്രഷിന്റെ പിടിയിലേക്ക് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇവർ ചെന്നിട്ടും അവർ ചെന്നതിന്റെ സാന്നിധ്യമൊന്നും ആ സ്ത്രീ അറിഞ്ഞില്ല. അവർ തന്റെ ജോലിയിൽ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. മുമ്പ് പറഞ്ഞ അതേ ഒരു അവസ്ഥയിൽ അവരിങ്ങനെ ഒഴുകുകയാണ്. കാരണം ഇവർക്ക് മറ്റൊന്നും അറിയാൻ കഴിയുന്നില്ല.
ചില ചീപ്പ് കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഹെയറുകൾ ഇങ്ങനെ വേർതിരിച്ച് നല്ലതും ചീത്തയുമായിട്ട് വേർതിരിക്കുന്നു. അത് പിടിയിലേക്ക് ഇതിനെ ഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഇവർ വീണ്ടും അടുത്ത് ചെന്നപ്പോ ഈ മേലധികാരി ആ സ്ത്രീയെ വിളിച്ചു സംസാരിച്ചു. നിങ്ങളെ കാണുവാനായിട്ട് വന്നവരാണ്, അപ്പൊ നിങ്ങളുടെ കുറച്ച് ചിത്രമൊക്കെ എടുക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ മുഖം ഉയർത്തി നോക്കൂ. പക്ഷെ മുഖംമൂടി ധരിച്ചിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് ഇവരുടെ കണ്ണുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, മറ്റൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ ആ കണ്ണുകളിൽ ഇവർ പുഞ്ചിരിക്കുന്നുണ്ട് എന്ന് കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിനൊരു പ്രത്യേക തെളിച്ചം വരാറുണ്ട്. ഇതുപോലെ തന്നെ ആ സമയത്തും അവർ ചിരിക്കുകയാണ്. മുഖംമൂടി ഉള്ളത് കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണുകളിൽ നിന്ന് മനസ്സിലായി ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള താഗുമികൾ എന്ന് വിളിക്കപ്പെടുന്ന കൈവേലക്കാരെ ജപ്പാനിലെ പല കമ്പനികളും സംരക്ഷിക്കാറുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. ഇവർ മാത്രം അതിൻ്റെ ഉള്ളിലിരുന്ന് അവരുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ കഴിവുകൾ ചെയ്യുന്ന ആളുകളെ വളരെ കാലത്തോളം ഇവർക്ക് വേണ്ട എത്രത്തോളം ഇവർക്ക് പ്രതിഫലം കൂടുതൽ ആവശ്യപ്പെട്ടാൽ അത്രയും കൊടുത്തുകൊണ്ട് തന്നെ അവർ സംരക്ഷിക്കാം കൈവേല ചെയ്യുന്ന ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു താഗുമിയെ അവിടെ കാണുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഈ ഗ്രന്ഥം. അപ്പൊ അവരൊക്കെ ഈ താഗുമികളുടെയൊക്കെ പ്രത്യേകത, ഇവരൊക്കെ ഈ ഒഴുക്കിനൊപ്പം നീന്തുവാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ ഒരു ഇക്കിഗായി അനുഭവിച്ചറിയുന്ന വ്യക്തികളാണ്. പിന്നെ ഇതുപോലെ നമ്മൾ സ്റ്റീവ് ജോബ്സിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ആപ്പിൾ കമ്പനി നമ്മളിപ്പോ ഇന്ന് പ്രചാരത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളിൽ ഒന്നാണ് ആപ്പിൾ കമ്പനിയുടെ ഐഫോണുകൾ. ഈ ഐഫോണുകൾ നിർമ്മിച്ചത് അല്ലെങ്കിൽ ഈ ഐഫോൺ കമ്പനിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഉടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇദ്ദേഹം അല്ലാതെ സ്ഥാപിച്ചത്, സഹസ്ഥാപകനാന്ന് പറയാം, ഒറ്റയ്ക്കല്ല, രണ്ടുപേരുണ്ട്. 3 പേരായിരുന്നു ആദ്യം ഇത് തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ വീടിന്റെ പിന്നിലുള്ള ചെറിയൊരു ഗ്യാരേജിന്റെ ഉള്ളിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അതിൽ ഒരാൾ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാർട്ട്ണർഷിപ്പ് വേർപിരിഞ്ഞ് പോവുകയൊക്കെ ഉണ്ടായി. ബാക്കി 2 പേരുകളാണ് പിന്നെ തുടർന്നത്. പക്ഷെ അത് ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ഫോണുകൾ സപ്ലൈ ചെയ്യുന്ന വലിയൊരു കമ്പനിയായിട്ട് മാറി ആപ്പിൾ കമ്പനിയുടെ ഫോണുകൾ. അപ്പൊ ഈ ആപ്പിൾ കമ്പനിയുടെ സ്റ്റീവ് ജോബ്സ് അദ്ദേഹമാണ് ഇതിന്റെ സഹസ്ഥാപകൻ. ഇദ്ദേഹം ഒരു കാലത്ത് ഈ ജപ്പാനിന്റെ വളരെ വലിയ ആരാധകനായിരുന്നു. കാരണം ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് ജപ്പാനിലായിരുന്നു. സോണി എന്ന് പറയുന്ന കമ്പനി ഉണ്ടായത് ജപ്പാനിലാണ്. ഈ സോണി കമ്പനിയെ ഇദ്ദേഹം പലപ്പോഴും പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു സ്റ്റീവ് ജോബ്സ്. പല കാലങ്ങളിൽ ഇദ്ദേഹം ജപ്പാനിലേക്ക് വണ്ടി കയറി, അമേരിക്കക്കാരനാണ്, അവിടുന്ന് ജപ്പാനിലേക്ക് പോയി ഇദ്ദേഹം ഈ ഒരു കമ്പനിയെ സന്ദർശിക്കാറുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പഠിക്കുവാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി, ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാവാം, ജപ്പാനിലെ ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്നും ആളുകളിൽ നിന്നും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആപ്പിൾ എന്ന കമ്പനിക്ക് പിന്നീട് രൂപം കൊടുക്കും. അപ്പൊ ആപ്പിൾ കമ്പനിക്ക് ആപ്പിൾ എന്ന പേര് വരാനൊക്കെ ഉള്ള ചില സൂചിത കഥകളൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹം കുട്ടിക്കാലത്ത് വളരെയധികം സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ്. കാരണം ഇദ്ദേഹം ജനിച്ചത് ഒരു ദരിദ്രരായ അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ടാണ്. അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തിനെ വളർത്തുവാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിരുന്നു. അപ്പൊ അവർക്ക് വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് തന്റെ മകൻ വളരെ നല്ല രീതിയിൽ പഠിക്കുകയും മികച്ച യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണം, ഇദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ ഇവരെ കൊണ്ട് കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ മറ്റൊരു ദമ്പതികൾക്ക് ഇവർക്ക് ഈ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യും, ദത്ത് നൽകുകയൊക്കെ ചെയ്യും. അപ്പൊ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കുട്ടിയെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇവന് കൊടുക്കണം, ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടിയെ കൊടുത്തത്. അപ്പൊ ആ കുട്ടിയെ കൊടുത്തപ്പോൾ അവർക്കും ഇത് ചിലപ്പോൾ സാധിക്കാതെയൊക്കെ വന്നിരുന്നു. കാരണം അവരിലും സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. അപ്പൊ കുട്ടിക്കാലത്ത് ഇദ്ദേഹം തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുവാനൊക്കെ പോയിരുന്നു, പഠിക്കുവാനുള്ള പണം സമ്പാദിച്ചു. അപ്പൊ അത് ആപ്പിൾ തോട്ടങ്ങളിലാണ് ഇദ്ദേഹം കൂടുതലായിട്ട് ജോലി ചെയ്തിരുന്നത് എന്ന് പറയും. അദ്ദേഹത്തിന് ഏറ്റവും കഴിക്കുവാൻ ഇഷ്ടമുള്ളതും ആപ്പിളായിരുന്നു. മാക്കിൻതോഷ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആപ്പിളാണ് ഇദ്ദേഹം കൂടുതലായിട്ട് കഴിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാവാം ഒരുപക്ഷെ ഇദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് ആപ്പിൾ എന്ന് പേരിട്ടത് എന്നുകൂടി ഈ ഒരു കാര്യം സ്റ്റീവ് ജോബ്സിന്റെ കഥ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റീവ് ജോബ്സ് ജപ്പാന്റെ ഒരു ആരാധകനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കൈവേലക്കാരെയും മറ്റ് ആളുകളെയും ഒക്കെ ഇദ്ദേഹം സ്ഥിരമായി സന്ദർശിക്കാറുണ്ടായിരുന്നു. സോണി കമ്പനിയിലായിരുന്നു ഇദ്ദേഹം മിക്കവാറും സന്ദർശനം നടത്താറുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആപ്പിൾ കമ്പനിക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ സവിശേഷമായ ഈ ഒരു
തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകളെയൊക്കെ ഇദ്ദേഹം അവരുടെയൊക്കെ ആരാധകനായി. ഇദ്ദേഹം വലിയ കമ്പനി ഉടമയായതിനു ശേഷമാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രത്യേക കഴിവുകളുള്ള കൈവേലക്കാരെ, കൈത്തൊഴിലുകളെ കാണുമ്പോൾ അവരോടൊക്കെ ഇദ്ദേഹത്തിന് വളരെ ആരാധനാ മനോഭാവം. അത് സ്റ്റീവ് ജോബ്സിന്റെ മാത്രമല്ല, ഇത്തരത്തിൽ ഉയരങ്ങളിൽ എത്തിയ ഏതൊരു വ്യക്തികളെ എടുത്തു നോക്കിയാലും ഇവരൊക്കെ ഇത്തരം ഒരു സ്വഭാവ രീതി ഉണ്ടായി. കഴിവുകൾ ഉള്ള ഒരു പ്രത്യേക കഴിവുകളുള്ള ആളുകളുണ്ട്, അവരെ ഇവർ ആരാധിക്കുമായിരുന്നു, അവരെ ബഹുമാനിക്കുമായിരുന്നു എന്നുള്ള രീതി. അല്ലെ തന്നേക്കാൾ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ താഴ്ന്ന നിലവാരത്തിലുള്ള വ്യക്തിയാണെന്നൊന്നും അവരവിടെ പരിഗണന കൊടുക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ നിരവധി തവണ സ്റ്റീവ് ജോബ്സ് ഈ ഒരു കയോട്ടോ നഗരത്തിലും അല്ലെങ്കിൽ സോണി കമ്പനികളും ഒക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടെ ഇദ്ദേഹത്തെ ആകർഷിച്ച മറ്റൊരു ഘടകം, അവിടെ നല്ല പിഞ്ഞാണങ്ങൾ, പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന, കളിമണ്ണ് ഉപയോഗിച്ചുണ്ടാകുന്ന പിഞ്ഞാണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഇഷ്ടപ്പെട്ട സംഗതി ഇത്തരത്തിലുള്ള പാത്രങ്ങൾ, നല്ല വർണ്ണ ചിത്രങ്ങളായി കുത്തുപണിയൊക്കെ ചെയ്ത പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനോട് വലിയ ഇഷ്ടമായി. അപ്പൊ ഇദ്ദേഹം അവിടെ പോകുമ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കും, പിഞ്ഞാണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരിക ഇദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിരുന്നു. അപ്പൊ അയാൾ വാങ്ങിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്നാണ്. കാരണം അവിടെ ഏറ്റവും നന്നായിട്ട് പ്ലേറ്റ് കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അന്നൊക്കെ കൈകൊണ്ടായിരുന്നു, മിഷണറി ഒന്നും വന്നിട്ടില്ല. ആ വ്യക്തിയിൽ നിന്ന് മാത്രമായിട്ട് പോയി അയാളുടെ അടുത്തു നിന്ന് ഈ പ്ലേറ്റ് വാങ്ങാനായിട്ട് തന്നെ പലപ്പോഴും ജപ്പാനിലേക്ക് വണ്ടി കയറാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. സ്ഥിരമായിട്ട് ജോബ്സ് അവിടെ ചെല്ലുമ്പോൾ, ഇദ്ദേഹത്തിന്റെ ചെറിയൊരു സ്ഥാപനമാണ്, അവിടെ ചെല്ലുമ്പോഴും ഇദ്ദേഹത്തെ പോയി പ്രത്യേകം കാണുകയും ഇദ്ദേഹം പുതിയതായിട്ട് ഏതെങ്കിലുമൊക്കെ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കുറെ എണ്ണം വാങ്ങിക്കൊണ്ട് പോവുക, ഇതൊക്കെ ഈ ഒരു ജോബ്സിന്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളായി. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത, ഇദ്ദേഹം അവിടെയുള്ള ഒരു വലിയ മലയുണ്ട്, ആ മലയുടെ മുകളിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കളിമണ്ണ് ഉപയോഗിച്ച് മാത്രമാണ് ഇദ്ദേഹം ഈ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുക. എന്നും രാവിലെ ഇദ്ദേഹം എണീറ്റ് മലമുകളിലേക്ക് പോയി അവിടുന്ന് പ്രത്യേക കളിമണ്ണ് ഇയാൾ തന്നെ ശേഖരിച്ചുകൊണ്ട് വന്ന് ഇദ്ദേഹം തന്നെ കൈകൾ കൊണ്ട് നിർമ്മിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു കഴിവിനെ ഇദ്ദേഹം നിലനിർത്തിക്കൊണ്ടത്. പ്രത്യേക ഇദ്ദേഹം ഉണ്ടാക്കിയ പാത്രം എന്നൊരു പേര് തന്നെ ആ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേക കഴിവുകൾ, പ്രത്യേക കാര്യങ്ങളൊക്കെ ഈ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ഒരു പ്രത്യേക ഔന്നത്യമുണ്ട്. അവരൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ പറയുന്ന തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ ഒഴുക്കിനൊപ്പം നീന്താൻ കഴിവുള്ള വ്യക്തികളായിരുന്നു എന്ന് പറയും. പിന്നീട് ഇപ്പം സ്റ്റീവ് ജോബ്സ് പിന്നീട് മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ പറയുന്ന പിഞ്ഞാണം ഉണ്ടാക്കുന്ന വ്യക്തിയെ അഭിമുഖം ചെയ്തപ്പോൾ അദ്ദേഹമാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ജോബ്സ് ഇവിടെ പലപ്പോഴും വരാറുണ്ടായിരുന്നു, പലർക്കും അറിയില്ലാത്തൊരു സംഗതിയാണ്. ഇവിടെ വരുമ്പോൾ ഓരോ തവണ വരുമ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന കുറെ അധികം പാത്രങ്ങൾ അദ്ദേഹം വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. ഇതിന്റെ രഹസ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, ഏതു തരം കളിമണ്ണാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണ കളിമണ്ണ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഷാഗുനാഗ എന്ന് പറഞ്ഞ നഗരത്തിന്റെ അടുത്തുള്ള മലമുകളിലുള്ള പ്രത്യേക കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുക എന്നുള്ളത് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നവരെല്ലാം ഈ ഒരു സുഖം അനുഭവിക്കുന്നവരാണ്. ഒഴുക്കിനൊപ്പം നീന്താൻ കഴിയുക, ഇത് ഏത് തൊഴിലിലും നമുക്ക് നേടിയെടുക്കാൻ. നമ്മളിപ്പോ വിചാരിക്കും ചെറിയ തൊഴിൽ, അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുക എന്ന് പറയുന്നത് ചെറിയ തൊഴിലാണെന്ന് തോന്നും. പക്ഷേ ബിൽഗേറ്റ്സ് ഈ തൊഴിലിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. ബിൽഗേറ്റ്സ് ആരാന്ന് നമുക്കറിയാം, വിൻഡോസ് കമ്പനിയുടെ സ്ഥാപകൻ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഒക്കെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS, ഇതിന്റെയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിൻഡോസ് സിസ്റ്റം. ഈ വിൻഡോസിന്റെ സ്ഥാപകനാണ് സ്റ്റീവ് ജോബ്സ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബില്യനെയറാണ്, ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. ഇന്നും ഏതാണ്ട് 4-ോ 5-ാമത്തെ സ്ഥാനം അദ്ദേഹത്തിന്. ഈ സ്റ്റീവ് ജോബ്സ് അല്ല, അദ്ദേഹത്തിന് പോലും ഈ സവിശേഷമായ ചില രീതികൾ, അല്ലെങ്കിൽ പാത്രങ്ങൾ രാത്രിയിൽ കഴുകി വെക്കുക. വലിയ കമ്പനിയുടെ ഉടമയാണെങ്കിൽ പോലും ഇദ്ദേഹം രാത്രിയിൽ ബിൽഗേറ്റ്സ് തന്റെ പാത്രങ്ങളൊക്കെ, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ കൃത്യമായിട്ട് കഴുകി വെക്കുന്നു. ആ കഴുകി വെക്കുന്നത് ഒരു കഠിനമായ ജോലിയായിട്ടല്ല ഇദ്ദേഹം കണ്ടിരുന്നത്. ഇതിൽ ചില ആസ്വാദനങ്ങൾ കണ്ടെത്തി. അവിടെയും ഇദ്ദേഹം ഒരു ഒഴുക്ക് കണ്ടെത്തിയിരുന്നു. അതായത് കുറെ നാൾ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പാത്രം കഴുകും. ഞാനൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ സ്വയമേ കഴുകാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഓരോ വീട്ടിലും ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തന്നെ അവരവരുടെ പാത്രം കഴുകുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന്. അതിനകത്തൊരു പ്രത്യേക രസമുണ്ട്. കാരണം ഒരിക്കലും ഒരു സ്റ്റാർ ഹോട്ടലിന്റെ പിന്നാമ്പുറം കാണുവാൻ സാധിച്ചപ്പോൾ
അവിടെ ഒരു പാത്രം കഴുകുന്ന ഒരു വലിയ പ്രായമില്ലാത്ത ഒരാൾ, ഒരു അന്യ ഭാഷക്കാരനാണ്, തമിഴോ കന്നഡയോ മറ്റോ സംസാരിക്കുന്ന ഒരു കുട്ടി, ചെറുപ്പക്കാരനാണ്. അപ്പൊ ഇയാൾ പാത്രം കഴുകുന്ന ഞങ്ങളുണ്ട്. കാരണം അവിടെ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് വരുന്നതനുസരിച്ചിട്ട് ധാരാളം പാത്രങ്ങൾ അവർ കഴിച്ചതിന് ശേഷം ഇവിടെ കൊണ്ട കൊടുക്കുന്നു. ഇവനാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രത്യേക കല പോലെ ഇതിനെ കഴിഞ്ഞ് കയ്യിലിട്ട് ഇങ്ങനെ വട്ടം കറക്കുക. നമുക്ക് തോന്നുമ്പോൾ എന്തോ കളിക്കുകയാണ്. ആ രീതിയിൽ ഇങ്ങനെ പാത്രങ്ങൾ കഴുകുന്നുണ്ട്. ഇത് ഇത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ കാണുന്നവർക്ക് അവനോട് ചിലപ്പോൾ ഈ ആരാധനയൊക്കെ തോന്നും. ആ ഒരു രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോയി കഴുകുന്നു. എന്നാൽ അതിനകത്ത് ഒരു മടുപ്പും തോന്നാത്ത രീതിയിൽ പുള്ളി രസിച്ചിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോയി പാത്രം കഴുകണമെന്നൊക്കെ തോന്നാറ്. അപ്പൊ ആ ഒരു രീതി നമ്മളിലേക്ക് അറിയാതെ സ്വാധീനം ചെലുത്തുകയും നമ്മൾ പിന്നീട് കഴുകാനില്ല. അപ്പൊ ഇതിനകത്ത് ബിൽഗേറ്റ്സിന്റെ കാര്യം പറഞ്ഞതും ഇദ്ദേഹം പോലും രാത്രിയിൽ തന്റെ ഭക്ഷണ പാത്രങ്ങളെല്ലാം കഴുകാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന അതിൽ പോലും ഒരു ടെക്നോളജി സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഉടലെടുക്കും. ഏത് കാര്യവും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ടെക്നോളജി അതിന്റെ ഉള്ളിൽ ഉടലെടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അവിടെ ബിൽഗേറ്റ്സ് ചെയ്തത് എന്താണ്? ആദ്യം അദ്ദേഹം എന്താണ് ഫോർക്കുകൾ, അവിടെയൊക്കെ ഫോർക്കും സ്പൂണും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെപ്പോലെ കൈകൊണ്ട് വാരി കഴിക്കുന്നതല്ല. നമ്മളാണ് ശരിക്കും ഭാഗ്യവാന്മാര്, കൈകൊണ്ട് ഇങ്ങനെ രുചിയോടുകൂടി കഴിക്കുന്നത് നമ്മളൊക്കെയാണ്. അപ്പൊ അവിടെ ഫോർക്കും അല്ലെങ്കിൽ സ്പൂണും ഒക്കെ ഉപയോഗിച്ച് കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ നൈഫും ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നവരാണ്. അപ്പോ അവിടെ ബിൽഗേറ്റ്സ് ചെയ്യാറുള്ള ആദ്യമേ എന്താ, ഈ ഫോർക്കുകളൊക്കെ വളരെ വൃത്തിയായിട്ട് കഴുകി ഒരു സൈഡിൽ വെക്കും. അതിനുശേഷം പതുക്കെ പ്ലേറ്റുകളിലേക്ക് ഉപയോഗിക്കും. അങ്ങനെ പ്രത്യേക ടെക്നോളജിയൊക്കെ ഉടലെടുത്ത് അതിലേക്ക് ഒരു ആസ്വാദനം കണ്ടെത്തി. ഇങ്ങനെ ഇവിടെ പറഞ്ഞു വന്നത്, ഏത് തൊഴിൽ ചെയ്യുന്നിടത്തും നമുക്ക് ഈ ഒരു ഇക്കിഗായി കണ്ടെത്താൻ സാധിക്കും. എത്ര മോശം തൊഴിലാണെന്ന് ആളുകൾ പറയുന്നതാണെങ്കിലും നമുക്ക് തോന്നുന്നതാണെങ്കിലും ഇതിലുമൊക്കെ കുറെ കഴിയുമ്പോൾ, നിരന്തരം ചെയ്തു കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ പ്രത്യേകിച്ച് പാചകം ചെയ്യുന്ന അടുക്കളയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു പ്രത്യേക ഒഴുക്കുണ്ട്. ചെയ്യുന്നതിനൊരു ഓർഡറൊക്കെ നമ്മൾ പോലും അറിയാതെ അതിനകത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഇന്നത് എടുത്ത് വെക്കുന്നു, അത് കഴിഞ്ഞ് ഇന്നത് എന്നുള്ള രീതിയൊക്കെ വരും. അല്ലെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്യുന്ന ഒരു സമയത്ത് അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഒഴുക്കുണ്ടാകും, അതിലൊരു പ്രത്യേക ആസ്വാദനം കണ്ടെത്തും. അതും അവിടെ പോലും ഉള്ളൂ. ഈ പാചകം ചെയ്യുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ഒക്കെ ആണെങ്കിലും ഇവർക്ക് പോലും കുറെ കാലം കൊണ്ട് അവിടെ ഒരു ഒഴുക്ക് കണ്ടെത്താം, അതിനകത്തൊരു ഇക്കിഗായി കണ്ടെത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ വീണ്ടും മറ്റൊരു ആളുടെ കഥ പറയുന്നു. ഈ പറയുന്ന നമ്മുടെ ഗ്രന്ഥകർത്താക്കൾ മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഒരു റെസ്റ്റോറന്റിൽ കയറി, റെസ്റ്റോറന്റിൽ കയറിയപ്പോ അവിടെ ഒരു പാചകം ചെയ്യുന്ന വ്യക്തി, കാരണം അവിടെ നല്ല രുചികരമായിട്ടുള്ള മീൻ കറി കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് അവർ ചെല്ലുന്നത്. ആ സുഷി, മീൻ കറിയല്ല, സുഷി എന്ന് പറയുന്ന ഒരു, അവിടെ ജപ്പാനിലെ ഏറ്റവും പേര് കേട്ട വിഭവമാണ് സുഷി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നല്ല സുഷി കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നു. അപ്പൊ അവിടെ നക്സന്റ് മിഹാലി എന്ന് പേരുള്ള ഒരാളാണ് ആ കട, ആ ഹോട്ടൽ നടത്തുന്നത്, റെസ്റ്റോറന്റ് നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹവുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാന പാചകക്കാരൻ. അദ്ദേഹമാണ് അവിടുത്തെ വിശേഷപ്പെട്ട ഈ സുഷിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോ ആ സുഷി ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതിന് ചേർക്കുന്ന വിഭവങ്ങൾ അരി, പിന്നെ മീന്, പച്ചക്കറി, ഈ 3 കാര്യങ്ങളാണ് അതിന്റെ പ്രധാന കണ്ടന്റുകൾ. അരി ഉപയോഗിക്കും, മീനാണ് അതിന്റെ പ്രധാന കണ്ടന്റ്, അതുപോലെ പച്ചക്കറിയും കൂടെ, എല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിഭവമാണ്. അപ്പൊ ഈ സുഷി പാചകം ചെയ്യുമ്പോൾ ആ ഹോട്ടൽ ഉടമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്നും നേരം വെളുക്കുമ്പോൾ വളരെ പ്രഭാതത്തിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകനും കൂടെ, അല്പം പ്രായമുള്ള മകനും കൂടെ ചേർന്നിട്ട് അടുത്തുള്ള മാർക്കറ്റിലേക്ക് പോകും, മീൻ മാർക്കറ്റിലേക്ക്, അവിടുത്തെ ഏറ്റവും വലിയ മീൻ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ പോയി ഇവരിങ്ങനെ മീൻ തിരയും. ആ മാർക്കറ്റിലെ മുഴുവൻ മീനുകളെയും ഒന്ന് നോക്കിയിട്ട് ഇതിൽ ഏറ്റവും വിശേഷപ്പെട്ട മീനിനെ മാത്രം ഇവർ വാങ്ങിക്കും. ഏറ്റവും മെച്ചപ്പെട്ട ആ ദിവസത്തെ ആ മാർക്കറ്റിലെ ഏറ്റവും വിശേഷപ്പെട്ട മീൻ ഏതാണോ അവിടെ ഉള്ളത് ഇതിനെ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് ഇവര് തന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഇവര് തന്നെ ഈ പറയുന്ന അരിയും മീനും പച്ചക്കറിയും ഒക്കെ ചേർത്തിട്ട് സുഷി ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും മികച്ച സുഷി ഉണ്ടാക്കുന്ന ഹോട്ടൽ എന്നല്ലെങ്കിൽ ആ ഉണ്ടാക്കുന്ന പാചകക്കാരൻ എന്ന പേര് ഈ ഹോട്ടലിനാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പേര് കേട്ടപ്പോൾ ഇവര് കൂടുതൽ ഇതിന്റെ ഡെവലപ്പിങ്ങുകളിലേക്ക് പോയില്ല. കാരണം ഇതിന് കുറെ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങിയിട്ട് ഇതിനെ കൂടുതൽ രാജ്യങ്ങളിലേക്കൊക്കെ വികസിപ്പിക്കാനൊന്നും ചെയ്യാതെ ആ ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ നഗരത്തിലെ ആ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ഹോട്ടലായിട്ട് കുറച്ച് ജോലിക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ ആ ഒരു സുഷി കഴിക്കുവാനായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ആളുകൾ കേട്ടറിഞ്ഞ് ചെല്ലുവാറുണ്ടായിരുന്നു. അവിടെയും എന്താണ് സംഭവിക്കുന്നത്? അവിടെയും ഒരു ഒഴുക്കിന്റെ ഒപ്പം ഇദ്ദേഹത്തിന് നീന്തുവാൻ കഴിയും.
ഇതിലൊരു പ്രത്യേക ആനന്ദം കണ്ടെത്തിക്കൊണ്ട് ആ പാചക വേലയിൽ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്താറുണ്ട്. അപ്പോൾ മികച്ച പാചകങ്ങളൊക്കെ അല്ലെങ്കിൽ മികച്ച ഫുഡുകളൊക്കെ കിട്ടുന്ന ഹോട്ടലുകളിലൊക്കെ അവിടുത്തെ പാചകക്കാരെ ശ്രദ്ധിച്ചാൽ അവർക്കറിയാം, അവർക്ക് ഈ പറയുന്ന ഒരു അനുഭവം ഉള്ളവരാണ്. ഒഴുക്കിന്റെ ഒപ്പം നീന്തിക്കൊണ്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ രുചി കിട്ടാറില്ല. കാരണം അവർക്കൊരു പക്ഷെ ആസ്വദിക്കാൻ കഴിയുന്നില്ലായിരിക്കും അവരുടെ തൊഴിലിൽ. ഇതുപോലുള്ളൊരു ഒഴുക്കിനൊപ്പം നീന്താനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇക്കിഗായി വളർന്നു വന്നിട്ടില്ലാത്തവരായിരിക്കും അവർ ഉണ്ടാക്കുന്നതൊന്നും തന്നെ. കാരണം അവർക്കൊരു തൃപ്തിയില്ലാതെയായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ആ ജോലിയോട് പ്രത്യേക ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ആ ജോലിയിൽ ഒരു അഭിമാനമോ അങ്ങനെയുള്ള സംഗതിയൊന്നും ഉണ്ടാവാതെയായിരിക്കും അവർ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പാചകം ചെയ്യുന്ന വ്യക്തികളെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ തന്നെയാണ് ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു പ്രത്യേക രീതികളുണ്ട്. വളരെ ഒരു താല്പര്യത്തോടെയും വളരെ ഭവ്യതയോടെയും ഒക്കെയാണ് ഇവർ ഓരോ കൂട്ടുകളും ഈ പാചകം ചെയ്യാനായിട്ട് ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ സുഷി ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് വേണ്ടി മറ്റൊരാള് ഈ ഒരു ഹോട്ടലിലേക്ക് വരികയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ വന്നു. അപ്പൊ ഓരോ തവണ ഇദ്ദേഹത്തിന് ടാസ്ക് കൊടുക്കും ഈ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ ഉയർന്ന ഇവിടുത്തെ പാചകക്കാരൻ, അതിന്റെ ഉടമയായ പാചകക്കാരൻ ഇദ്ദേഹത്തിന് ഒരു ടാസ്ക് കൊടുക്കും. നീ പോയി സുഷി ഉണ്ടായിക്കൊണ്ട് വാന്ന് പറഞ്ഞ് കുറച്ച് സ്ഥാനങ്ങളൊക്കെ കൊടുത്തു കൊടുക്കും. ഇവന് ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം റിജക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇയാൾ ഉണ്ടാക്കും, പക്ഷേ വർഷങ്ങളായിട്ട് ഇദ്ദേഹം റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ വേറെ ഏതൊരു ആളും വേറൊരു ദേശത്തെ ആളുകളാണെങ്കിലും കുറഞ്ഞത് 1 വർഷമോ 2 വർഷമോ ഇദ്ദേഹം റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് തൊഴിലൊക്കെ നിർത്തി ഇദ്ദേഹം ഒന്നും പഠിപ്പിക്കില്ല. ഇയാളുടെ അടുത്ത് ഒരു കാര്യവുമില്ല. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. ഇവന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല, അവൻ പഠിപ്പിക്കില്ല, നമ്മളായിട്ടോട് പണിയിപ്പിച്ച് അവൻ ഇത് പണം ഉണ്ടാക്കുന്നതല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞ് അയാളെ ശപിച്ചിട്ട് ഇറങ്ങിപ്പോരാണ്. എന്നിട്ട് മറ്റുള്ള വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയില്ല. വീണ്ടും വീണ്ടും ടാസ്കുകൾ തരൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇത് പഠിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നു. ഇങ്ങനെ ഇദ്ദേഹം വളരെ വർഷങ്ങളോളം നിന്ന് പഠിച്ച് അവസാനം ഇദ്ദേഹം നന്നായിട്ടുള്ള ഒരു സുഷി ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം അവിടുത്തെ മറ്റൊരു ദേശത്ത് പോയി ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം അവിടുത്തെ അറിയപ്പെട്ടൊരു സുഷി പാചക വിദഗ്ധനൊക്കെയായി മാറി. ഇതാണ് നമ്മൾ പഠിക്കുമ്പോഴും ഒരു കാര്യം പഠിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ അതിനെ പിന്തള്ളിയിട്ട് പോരാതെ ഇതിൽ നമ്മൾ അവസാനം വരെ പഠിച്ചിട്ടേ നമ്മളത് ഇതിന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പോരുകയുള്ളൂ എന്നുള്ളൊരു മനോഭാവം ഒരു പടി കൂടുതലായി ജപ്പാൻ നിവാസികൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരിൽ ഇത്തരത്തിലുള്ള ഇക്കിഗായി പോലുള്ള സംഗതികളൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുവാൻ കഴിയും. കാരണം ഇദ്ദേഹത്തിന് അതിനു മുമ്പ് പല കാര്യങ്ങളുമൊക്കെ പാചകം ചെയ്യാനൊക്കെ അവസരം കൊടുക്കുമ്പോൾ ഇതൊന്നും തന്നെ ശരിയാവാറില്ല. ഇങ്ങനെ പിന്നീട് അവസാനം ഇദ്ദേഹം ഇത് പഠിക്കുകയാണ്. കാരണം ആ ഒരു ഏറ്റവും നല്ല സുഷി പാചകക്കാരിൽ നിന്ന് തന്നെ അദ്ദേഹം ക്രമേണ തന്റെ പാചകം പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൽ വിജയിക്കുകയുണ്ടായി. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ജപ്പാനികൾക്ക് ഒരു പ്രത്യേകത പ്രകൃതിയോട് ഇവര് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. അപ്പോൾ അത് കൂടുതൽ ഇവരെ പ്രചോദനം കൊടുക്കും. ഇവരുടെ ജോലിയിലും സമ്പത്തിലും മാത്രമല്ല ഇവരുടെ ജീവിതത്തിലൊക്കെ കൂടുതൽ സമാധാനവും സന്തോഷവും ഒക്കെ നൽകും. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചറിയാം, വളരെയധികം ആനന്ദം അനുഭവിക്കുന്നവരാണ് കൃഷി ചെയ്യുന്നത്, സ്വന്തമായി കൃഷി ചെയ്യുന്നത്. ഇപ്പം മറ്റു കുറച്ച് ആളുകളെയൊക്കെ നിർത്തി ഒരു ബിസിനസ് മാതിരി ചെയ്യുന്നതല്ല, സ്വന്തമായിട്ട്. ഇപ്പൊ അത് നമ്മളിൽ പലർക്കും അനുഭവിക്കുന്നതായിരിക്കും. സ്വയമായി കൃഷി ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ആനന്ദം മനസ്സിലുണ്ടാവും. നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിലൊക്കെ ഇടപെട്ട് ഇതിനകത്തൂടെയൊക്കെ നടക്കുമ്പോൾ ഈ പറയുന്ന ഏലത്തോട്ടത്തിന്റെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയൊക്കെ ഉണ്ടാവാറില്ലേ, ഏലമൊക്കെ പറിക്കുമ്പോഴും എന്ന് പറഞ്ഞ പോലെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക മാനസിക സ്വാസ്ഥ്യം അനുഭവിക്കുന്നവരാണ് കൃഷി ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഗിബ്ലി എന്ന് പറയുന്ന മറ്റൊരാളുടെ കഥ കൂടി പറയുന്നു. ഗിബ്ലിയുടെ പ്രത്യേകത ഇദ്ദേഹം ആനിമേഷൻ സിനിമകൾ നിർമ്മിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും ഈ പ്രകൃതിയോട് ഇണങ്ങി. ഇപ്പൊ ആനിമേഷൻ നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ്, ആനിമേഷൻ എന്ന് പറയുമ്പോൾ പക്കാ ശാസ്ത്രമാണ്, പ്രകൃതിയുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. പക്ഷെ ഈ ആനിമേഷൻ ഉണ്ടാക്കുന്ന ഗിബ്ലിക്ക് പോലും ഒരു പരിശുദ്ധിയുണ്ട്. ജപ്പാൻകാരനായതുകൊണ്ട് ഇദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവനാണ്. ഇദ്ദേഹത്തിന്റെ കാർട്ടൂണുകളൊക്കെ നമ്മൾ ടെലിവിഷനിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒരു പ്രത്യേകത കാടുകളാണെങ്കിൽ കാടുകൾക്ക് ജീവനുണ്ട്, മരങ്ങൾക്ക് ജീവനുണ്ട്, മരങ്ങൾ സംസാരിക്കുന്നു, മൃഗങ്ങളും മരങ്ങളും തമ്മിൽ സംസാരിക്കും. നമ്മളിപ്പോ പഴയ ചില കാർട്ടൂണുകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് മൃഗങ്ങളും മരങ്ങളും ഒക്കെ കഥാപാത്രങ്ങളായിരിക്കും. ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും.
ഇതൊക്കെ ജപ്പാനിൽ നിന്നുണ്ടായിട്ടുള്ള കാർട്ടൂണുകളാണ്. ഇതൊക്കെ മൗഗ്ലി, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനകത്ത് ഈ മൗഗ്ലി എന്ന് പറയുന്ന കുട്ടിയുടെ സുഹൃത്തുക്കളായിട്ട് വരുന്ന അവിടുത്തെ മൃഗങ്ങളും ബഗീരയും ഇങ്ങനെയൊക്കെ പറയുന്ന കരടിയും കടുവയും അവിടുത്തെ മരങ്ങളും ഒക്കെ ആയിരിക്കും. അവരൊക്കെ സംസാരിക്കുന്നു. കാരണം അതിന്റെയൊക്കെ പ്രത്യേകത ഈ പറയുന്ന പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ജപ്പാൻകാരുടെ ആ പ്രത്യേക മാനസിക ശേഷിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവരുണ്ടാക്കുന്നതിലൊക്കെ തന്നെയും പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് എത്ര ശാസ്ത്രീയമായിട്ട് പുരോഗതി നേടി, ഏറ്റവും ശാസ്ത്രീയമായിട്ട് അറിവുകളുള്ളവരും ഒക്കെ ജപ്പാൻകാരായിരുന്നു. അപ്പൊ അവർക്ക് പോലും ഈ ഒരു ഗുണമുണ്ട്, സവിശേഷ ഗുണമുണ്ട്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ അവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നവരൊക്കെ വൈകുന്നേരം കുറച്ച് സമയം തന്റെ സ്വന്തം വീട്ടിലെ തോട്ടങ്ങളിലൊക്കെ കൃഷി ചെയ്യുവാറുള്ളവരാണ്. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പലരെയും നമ്മൾ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ചുഴിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ കഴിയും. വലിയ ശാസ്ത്രീയമായിട്ട് ഉയർന്ന ജോലികളൊക്കെ ചെയ്യുന്ന ഒരു വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരം കൃഷിയിലൊക്കെ ഏർപ്പെടാണ്. കാരണം അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ അവർ ചെയ്യുന്ന ജോലികളിൽ ഒന്ന് ഈ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. മാനസികമായിട്ട് വളരെയധികം സ്വാസ്ഥ്യമൊക്കെ നേടാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ പറഞ്ഞത് ഈ ആനിമേഷൻ ഫിലിമുകളുടെയൊക്കെ നിർമ്മാണത്തിൽ ഇയാൾ ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളത് കൺസെപ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ കാർട്ടൂണുകളിലൊക്കെ മരങ്ങൾ കഥാപാത്രങ്ങളാകുന്നു, മൃഗങ്ങൾ കഥാപാത്രങ്ങളാകുന്നു, ഇങ്ങനെയുള്ള അല്ലെ പക്ഷികൾ കഥാപാത്രങ്ങളാകുന്നു. ഇത്തരത്തിലുള്ള കാർട്ടൂണുകളെല്ലാം വന്നത് ജപ്പാനിൽ നിന്നാണ്. അപ്പോ കരുത്തുറ്റ ഈ വ്യക്തിത്വങ്ങൾ, കാരണം ഇവരൊക്കെ അവരുടെ പ്രൊഫഷനുകളിൽ വിജയിക്കപ്പെട്ടവരാണ്, ഇത്തരത്തിലുള്ള ഏകാഗികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോ ഇവിടെ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് എത്തുവാനായിട്ട് എന്താണ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളതാണ് ഈ അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത്. അപ്പോ ഐൻസ്റ്റീൻ, ഇപ്പൊ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാം. അത് മാത്രമല്ല IQ ലെവല് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് പറയുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ IQ 100 ഒക്കെ ആണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ 150 ഉണ്ടായിരുന്നു എന്നാണ് അന്ന് അറിയപ്പെട്ടത്. അപ്പോ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തൊഴിലിൽ അദ്ദേഹം വളരെയധികം സമാധാനം കണ്ടെത്തിയിരുന്നു. ഓരോ ഫോർമുലയുടെ കണ്ടുപിടുത്തങ്ങളും ഇദ്ദേഹത്തിനെ കൂടുതൽ ആനന്ദിപ്പിച്ചിരുന്നു. വളരെയധികം സമയം ഇദ്ദേഹം ഊണും ഉറക്കവും ഒഴിഞ്ഞിരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുവാനായിട്ട് ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പും ഒരു ഫോർമുലയുടെ കണ്ടുപിടുത്തത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം മരണപ്പെട്ടത്. തൊട്ടു മുമ്പ് പോലും തന്റെ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇത് മറ്റൊരു ഉദാഹരണമാണ്. തന്റെ ജീവിതത്തിലെ ഇക്കിഗായി കണ്ടെത്തിയ മറ്റൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ടിരുന്ന തൊഴിൽ ചെയ്തിരുന്ന ആളായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലി അതാണ്, അത് തന്നെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെ നമ്മളും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലികൾ നമ്മളുടെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ അതിനെ കൂടുതൽ നമുക്ക് വിജയിക്കാനും അതിൽ പ്രഗത്ഭരാകാനും ഒക്കെയുള്ള സംഗതിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ വ്യക്തികൾക്കെല്ലാം തന്നെ, ഇപ്പൊ നമ്മൾ ആപ്പിൾ കമ്പനിയുടെ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് പറഞ്ഞു, ബിൽ ഗേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, സുഷി ഉണ്ടാക്കുന്ന ആളെ കുറിച്ചിട്ട് പറഞ്ഞു, ഇപ്പോ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറഞ്ഞു. ഇവർക്കെല്ലാം തന്നെ മറ്റൊരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും. ഏത് പ്രഗത്ഭനായ കലാകാരനും ഏത് ജീനിയസിനും അവരുടെ പ്രൊഫഷനിൽ അറിയപ്പെടുന്നതല്ലാതെ മറ്റെന്തെങ്കിലും രഹസ്യമായി ചെയ്യുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒക്കെ ചെയ്യുന്ന മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും. അപ്പോ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഫോർമുലയിലേക്കുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ല ഒഴിവാക്കിയാൽ ഇദ്ദേഹത്തിന് വേറെ ഇഷ്ടപ്പെട്ടത് സംഗീതമായിരുന്നു. പാട്ട് കേൾക്കുക എന്നതും ഇദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ ഇഷ്ടമായിരുന്നു. ഇദ്ദേഹം തന്നെ പറയാറുണ്ട് അഭിമുഖങ്ങളിൽ, ഞാനിപ്പോൾ ശാസ്ത്രജ്ഞനായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സംഗീതജ്ഞനായി മാറുവാനായിരുന്നു എനിക്കിഷ്ടം എന്ന് പറയാറ്. കാരണം ഈ പറയുന്ന ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളിലൊക്കെ പോലും അവർക്കും ഒരു വിരസത അനുഭവപ്പെടുന്ന ഒരു സമയമുണ്ട്. എത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ ആണെങ്കിലും ഇവിടെ പോലും ചിലപ്പോൾ വിരസത അനുഭവപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഇവർ ഈ പറയുന്ന രണ്ടാമത്തെ ഇവരുടെ വിനോദങ്ങളിലേക്ക് ഏർപ്പെടാൻ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ മിക്കവാറും ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. തനിക്ക് വിരസത തോന്നുമ്പോൾ, മടുപ്പ് തോന്നുമ്പോൾ സംഗീതം ആസ്വദിക്കാറുണ്ട്. ഞാനും ചിലപ്പോൾ സംഗീതം ആസ്വദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും സംഗീതം ആസ്വദിക്കാം.
കാരണം അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്ന ഒരു സംഗതിയാണ് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇദ്ദേഹം ബോറടിക്കുമ്പോൾ ചെയ്യുന്ന എന്താണ്, വയലിൻ വായിക്കാറുണ്ട്. ബോറടിക്കുമ്പോൾ എവിടെയും പോയി വയലിൻ വായിക്കും കുറെ സമയം. അദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിന്റെ മനസ്സ് കൂടുതൽ ശക്തമായി കഴിയുമ്പോൾ തിരിച്ച് തന്റെ ജോലിയിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഓരോ ആളുകൾക്കും. അപ്പൊ ഇവിടെ സ്റ്റീവ് ജോബ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ പിഞ്ഞാണ പാത്രങ്ങൾ ശേഖരിക്കുന്നതിലായിരുന്നു അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നത്. ബിൽ ഗേറ്റ്സ് പാത്രം കഴുകുന്നതിലായിരുന്നു രസം കണ്ടെത്തിയിരുന്നത്. ഇങ്ങനെ ഓരോ ആളുകൾക്കും മറ്റൊന്നും കൂടി, മറ്റൊരു ചെറിയ കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് തന്നെ നമ്മൾ അറിയാതെ ഉണ്ടായി വരുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, കോളേജിലോ സ്കൂളിലോ ഒക്കെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ അറിയാം, ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെ കാണിക്കുമ്പോൾ അവിടെ ബോറടിക്കുന്ന ഒരു കുട്ടീനെ കാണിക്കും. ബോറടിക്കുന്ന കുട്ടി അവിടെ എന്തായിരിക്കും ചെയ്യുക? ആ ബുക്കിൽ പേന എടുത്തിട്ട് ഇങ്ങനെ കുത്തി വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. ഇത് ഈ പറഞ്ഞ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അവർക്ക് ഇഷ്ടമില്ലാതെ വിരസത വരുമ്പോൾ അവരിൽ തന്നെ അവരറിയാതെ ഉണ്ടായി വരുന്ന മറ്റൊരു പ്രവണതയാണ് കുത്തി വരയ്ക്കുക, പടം വരയ്ക്കുക. അപ്പൊ അത് ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് തിരികെ പഠന ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ടായി വരും. അപ്പൊ ക്ലാസ്സിൽ വെച്ചോ യോഗങ്ങൾക്കിടയിൽ മിക്കവാറും മുഷിപ്പ് തോന്നുന്നതാണ് ഈ ക്ലാസ്സിൽ വെച്ചിട്ട് യോഗങ്ങൾ, വലിയ മീറ്റിങ്ങുകൾ കൂടുന്നതിന്റെ ഇടയിലേക്ക് വെച്ച് മുഷിപ്പ് തോന്നുമ്പോൾ നമ്മളും ചിലപ്പോൾ ചെയ്യാറുണ്ട്. ആ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് കുത്തി വരയ്ക്കുകയോ പടം വരയ്ക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വരയ്ക്കുന്ന ചിത്രം അല്ലെങ്കിൽ ആ കുത്തിവര നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കും, നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷിപ്പിക്കും. അപ്പോഴാണ് നമുക്ക് അവിടെ വീണ്ടും കുത്തി വരയ്ക്കാനുള്ള പ്രവണത ഉണ്ടാവുക. പിന്നെ ഇത് ഒരു കാര്യം കൂടി അവസാന ഭാഗത്ത് പറയുന്നത്, നമ്മൾ ധ്യാനം ചെയ്യുന്നവർക്ക് ഈ പറയുന്ന തൊഴിലിൽ കൂടുതൽ ഒരു ഒഴുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ധ്യാനം പലതരത്തിലുണ്ട്. ധ്യാനങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നിർഗുണ ധ്യാനം, സഗുണ ധ്യാനങ്ങൾ, അങ്ങനെ പല മൈൻഡ്ഫുൾനെസ്, ഇങ്ങനെ പല രീതിയിലുള്ള ധ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ധ്യാനങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത്, പരമമായ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഏത് ധ്യാനത്തിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതിന് ലക്ഷ്യം പ്രധാനമായിട്ട് ഇതാണ്: മനസ്സിനെ ശാന്തമാക്കുക, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ ഒരു വസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതൊക്കെയാണ് എല്ലാ ധ്യാനങ്ങളുടെയും ലക്ഷ്യം ഇതാണ്. മനസ്സിന് ഒരു ശാന്തത കൊണ്ടുവരിക, മനസ്സിനെ ശാന്തമാക്കുക, ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ നിരീക്ഷിക്കുക. നമ്മൾ പലപ്പോഴും ധ്യാനം ചെയ്യുമ്പോൾ പറയാറുണ്ട്, അവിടെ ഒരു സാക്ഷിയെ പോലെ നിരീക്ഷിക്കുക. കൈക്ക് വേദന വന്നാലും അതിലേക്ക് ഇടപെടാതെ അതിനെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ശ്വാസം കയറി ഇറങ്ങുന്നതിനെ നിരീക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ധ്യാനങ്ങളുടെ ലക്ഷ്യം. പക്ഷെ ഈ ധ്യാനത്തിന് മറ്റൊരു ഗുണമുള്ളത്, ഇത്തരത്തിലൊരു ഇക്കിഗായി കണ്ടെത്താൻ അല്ലെങ്കിൽ ആ തൊഴിലിൽ മികച്ച വ്യക്തിയായി മികവ് നേടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നാണ് തൊഴിൽ. അപ്പോ 1888 ഒളിമ്പിക്സിൽ അമ്പെയ്ത്ത് മത്സരത്തിൽ സ്വർണം നേടിയ ഒരു ദക്ഷിണാഫ്രിക്കയിലെ യുവതി ഉണ്ടായി. ദക്ഷിണാഫ്രിക്കക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയെ, 17 വയസ്സുകാരിയാണ്. അവര് പക്ഷെ എന്ത് ചെയ്തു? ഒളിമ്പിക്സിൽ ആ കാലഘട്ടത്തിലെ സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. അപ്പൊ അവരെ അഭിമുഖം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളുടെ പരിശീലനം നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പരിശീലനത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അമ്പെയ്യുന്നതിന്റെ ഉന്നം പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ ചെയ്യുന്നു. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അത് എല്ലാ കാര്യങ്ങളുടെയും പ്രാക്ടീസ് ആണ് കൂടുതൽ വേണ്ടത്. പ്രാക്ടീസ് കൂടുതൽ നേടുന്നതനുസരിച്ചിട്ട് കൂടുതൽ നമുക്ക് അതിൽ പ്രഗത്ഭരാകാം എന്ന് പറയാറുണ്ട്. ഇപ്പൊ 10,000 മണിക്കൂറുകൾ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ നമ്മൾ അതിലെ പ്രഗത്ഭനായ വ്യക്തിയാകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത്, താൻ പരിശീലനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ധ്യാനത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നു. ദിവസേന 2 മണിക്കൂറെങ്കിലും താൻ ധ്യാനിക്കാറുണ്ടായി. അതുകൊണ്ടാണ് തനിക്ക് ആ ഒരു തന്റെ കൃത്യമായ പോയിന്റിലേക്ക് അമ്പെയ്ത് കൊള്ളിക്കുവാൻ തനിക്ക് സാധിച്ചത്. കൃത്യമായ ഉന്നം തെറ്റാതെ ആ പോയിന്റിലേക്ക് അമ്പെയ്ത്ത് ചെയ്യുവാനൊക്കെ തനിക്ക് സാധിച്ചത് എന്ന് പറയാറുണ്ട്. അപ്പോ ഈ ഒഴുക്കിന്റെ അവസ്ഥയിലേക്ക് എത്തുവാൻ, തൊഴിലിലെ ഒഴുക്കിന്റെ അവസ്ഥയിലേക്ക് എത്തുവാൻ ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറയുന്നത് ധ്യാനം, അല്ലെങ്കിൽ നിരന്തരം നമ്മുടെ ശ്രദ്ധകളെ ഇങ്ങനെ മനസ്സിലെ വികാരങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം 60,000-ത്തിലധികം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം അല്ലെ ഒരു സമയം കടന്നു പോകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് 60,000 അതിൽ കൂടുതൽ എന്നൊക്കെ വീണ്ടും പറയുന്നു.
അപ്പൊ അത്തരം ചിന്തകൾ കടന്നു പോകുമ്പോൾ ഇത് പലതിനെയും നമ്മൾ തിരിച്ചറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒരു സമയമാണ് ഈ ധ്യാനം ചെയ്യുന്നത്. എന്തൊക്കെ നമ്മളിലൂടെ കടന്നു പോകും. കാരണം ഈ 70,000-ൽ ഒരുപക്ഷെ നമ്മളെ ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ കഴിയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് ഓരോ നിമിഷങ്ങളിലും. നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. കാരണം ഇത്രയും ചിന്തകൾ കടന്നു പോകുമ്പോൾ എവിടെ അറിയാം. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ മാത്രമേ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അതിൽ ചിലതിനെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ ധ്യാനം ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളുടെ ഏറ്റവും മികച്ച ചിന്തകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓരോന്നിനെയും തിരിച്ചറിയുന്നതിൽ മികച്ച നമ്മുടെ ചിന്താശകലങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. അപ്പോ അതിൽ നിന്ന് നമുക്ക് വിജയിക്കുവാൻ, നമ്മുടെ തൊഴിലിൽ അല്ലെ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ വിജയിക്കുവാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയുവാനായിട്ട് കഴിയും. അപ്പോ ധ്യാനത്തിലൂടെ തലച്ചോറിൽ ആൽഫ ബീറ്റ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആൽഫയും ബീറ്റയും എന്ന് പറയുന്ന, നമ്മൾ ഈ ധ്യാനത്തിൽ പോലും ഇതുപോലെ ആൽഫ മെഡിറ്റേഷൻ എന്നും ബീറ്റ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് 2 വേർഷനൊക്കെ ഇന്ന് കാണുന്നുണ്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൊക്കെ. അപ്പോ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലൂടെ ആൽഫ ബീറ്റ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോ ധ്യാന പരിശീലനം ലഭിച്ചവരിൽ ഈ തരംഗങ്ങൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അവർ വിജയിക്കുവാനുള്ള കാരണം. ഈ അമ്പെയ്ത്തുകാരിക്ക് തന്റെ അമ്പെയ്ത്തില് ഗോൾഡ് മെഡൽ നേടുവാൻ കഴിഞ്ഞത് ധ്യാന പരിശീലനം കൊണ്ടാണ് എന്നവർ പറഞ്ഞു. ധ്യാനത്തിലൂടെ തനിക്ക് കൂടുതൽ കോൺസെൻട്രേഷന്റെ ലെവൽ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. ആൽഫ ബീറ്റ തരംഗങ്ങൾ തന്റെ തലച്ചോറിലൂടെ കൃത്യമായി സഞ്ചരിച്ചത് മൂലം കൃത്യമായിട്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് തന്റെ അമ്പിനെ കൊള്ളിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മളുടെ അനുഷ്ഠാനങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അതായത് എന്നും രാവിലെ നമ്മൾ ചെയ്യുന്ന ചില അനുഷ്ഠാനങ്ങൾ, നമ്മൾ ഭക്തിപൂർവ്വം ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ല വീട്ടിലൊക്കെയാണ് നമ്മൾ എന്നും രാവിലെയോ പ്രഭാതത്തിലോ ഒക്കെ ചെയ്യുന്ന ചില പ്രത്യേക അനുഷ്ഠാനങ്ങളുണ്ട്. ഈ അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് പലപ്പോഴും ഒഴുക്കിനൊപ്പം നീന്താൻ കഴിയുന്നവരായി മാറുന്നത്. അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു അനുഷ്ഠാനം ഇല്ലാതെ ജീവിക്കുന്ന, ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും കൃത്യതയില്ലാതെ ജീവിക്കുന്നവര് എങ്ങും തന്നെ എത്താറില്ല, വിജയിക്കാറില്ല എന്ന് കാണുവാൻ കഴിയും. നേരെ മറിച്ച് ഈ കൃത്യമായ ഒരു അനുഷ്ഠാനങ്ങളിലൂടെ നീങ്ങുന്നവർ, ഒരു കൃത്യതയിലൂടെ രാവിലെ ഉണർന്നാൽ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ രീതികളിലൂടെ ഒന്നും ഇതൊക്കെ ചെയ്തു പോകണം, ഇങ്ങനെ ജീവിക്കുന്നവർക്ക് പലപ്പോഴും ഇക്കിഗായി കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ട് തന്നെ അവരിലേക്ക് ഈ ഒഴുക്കിന്റെ ഒപ്പം നീന്തുവാനുള്ള ഒരു ശേഷി അവരുടെ മനസ്സിന് ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും ഭൂരിപക്ഷം ആളുകളും ആചാരവുമായി ബന്ധപ്പെട്ട നിഷ്ഠകളൊക്കെ ആയിരിക്കാം പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്, അല്ലെ? രാവിലെ ഉണരുമ്പോൾ ചെയ്യാറുള്ളത് നമ്മുടെ ആചാരപരമായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ. അതിൽ ഏതുമായിക്കൊള്ളട്ടെ, ഏത് കാര്യങ്ങളും നമുക്കൊരു കൃത്യനിഷ്ഠ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമ്മുടെ മേഖലകളിൽ നമുക്ക് വിജയിക്കാനും ഈ പറഞ്ഞ ഇക്കിഗായി ഒക്കെ കണ്ടെത്താനും ഒക്കെ സാധിക്കും. അപ്പോ അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുന്ന ജീവികളാണ് മനുഷ്യരെന്ന് പറയാറുണ്ട്. അപ്പോ അവിടെ വിജയിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെ അവസാന ഭാഗം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തൊഴിൽ. ഇപ്പൊ ഏതെങ്കിലും ഒരു തൊഴിലില് ഇതിന്റെ അവസാനം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ആ തൊഴിൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടുത്തെ ബോസ്, തൊഴിലുടമ പറഞ്ഞതില്ല, അല്ലെ അവരുടെ ഉള്ളിൽ ഇതിന്റെ എൻഡിങ് എന്താണെന്ന് അറിയാം, പക്ഷെ നമ്മളോട് പറഞ്ഞു തരുന്നില്ല. നമ്മളിങ്ങനെ കുറെ ജോലി ചെയ്യുമ്പോൾ വെറുതെ വിരസമായിട്ട് ഇങ്ങനെ ജോലി ചെയ്തു പോകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു വളർച്ചയോ ഈ പറയുന്ന നിലകളിലേക്കൊന്നും എത്താൻ കഴിയുന്നില്ല. അപ്പോ നമുക്ക് ഈ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അവിടെയൊക്കെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും ചിട്ടകളും ഒക്കെ ക്രമേണ നമ്മളിൽ ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട്. ഇപ്പം അച്ഛൻ ബിസിനസ്സുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും മകന്റെ കാലത്തും അതേ ബിസിനസ് തന്നെ ചെയ്യുന്നവരൊക്കെ തന്നെ വിജയിക്കാറുണ്ട്, വളർന്ന് പോകാറുണ്ട്. കാരണം പാരമ്പര്യമായിട്ട് അവരൊരു അനുഷ്ഠാനങ്ങളിലൂടെ പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും ചിട്ടകളും അവരറിയാതെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ആ ബിസിനസ്സിൽ അവർക്കറിയാം ഓരോ മാസങ്ങളിലും ബിസിനസ് വരുന്ന മേഖലകൾ, ഏതൊക്കെ ആളുകളാണ് തങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് തങ്ങളുടെ ആ മാസത്തെ കസ്റ്റമേഴ്സ് എന്നുള്ളത് കുറെ കാലം കൊണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവിടെ വിജയിക്കപ്പെടുക. ഇപ്പൊ പുതുതായിട്ട് വരുന്നവര് ഉടൻ തന്നെ വിജയിക്കാത്തതിന്റെ കാരണം അതിനെക്കുറിച്ചിട്ടുള്ള ചിട്ടകൾ, അനുഷ്ഠാനങ്ങളൊക്കെ അവർ ഉണ്ടായി വരാൻ കുറെ സമയമെടുക്കും. അങ്ങനെ അത് പഠിച്ച് മനസ്സിലാക്കി കഴിയും. കുറഞ്ഞ ഒരു 5 വർഷമെങ്കിലും ഒക്കെ ഒരു സാധാരണ ബിസിനസ് വിജയിക്കാനായിട്ട് എടുക്കാറുണ്ട്. അല്ലാത്തവർക്ക് തന്നെ അത്ര പെട്ടെന്ന് വിജയിക്കാറില്ല ബിസിനസ് ഒന്നും തന്നെ.
അവർക്കറിയാൻ പറ്റും ഈ ഇന്ന മാസം വരും. ഇപ്പം നവംബർ വരുമ്പോൾ ആ സമയത്ത് എവിടെ നിന്നൊക്കെയാണ് അല്ലെ ആരൊക്കെയാണ് ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്നത്. ഇവർക്ക് നേരത്തെ കുറച്ച് നമുക്ക് മെസ്സേജുകളോ ഓഫറുകളോ ഒക്കെ അവരുടെ മുമ്പിലേക്ക് നേരത്തെ ഇട്ട് കൊടുത്താൽ അവരെ കൂടുതൽ സാധനം വാങ്ങാനായിട്ടൊക്കെ പ്രേരിപ്പിക്കാം. ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ നമ്മൾ ഈ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം. ആടിക്കിഴിവ് എന്നൊക്കെ പറഞ്ഞുള്ള ഓരോരോ പരസ്യ വാചകങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആ ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരിൽ നിന്നും ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ പരസ്യ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടായി വരുന്ന സംഗതികളാണ്. ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ലക്ഷ്യവും ചിട്ടയും ഒക്കെ വരാൻ തുടങ്ങും. ക്രമേണ ആ ഒഴുക്കിലൂടെ നമുക്ക് നമ്മുടെ ഇക്കിഗായിയെ കണ്ടെത്താം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്കെങ്ങനെ ഇതിൽ നിന്ന് ഇക്കിഗായിയെ കണ്ടെത്താം. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒഴുക്കിൻ്റെതായ അവസ്ഥ കൈവരിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന വിഷയം പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ബുക്ക് വായിച്ചതിനെങ്കിലും ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു കടലാസ് എടുത്ത് അതിലേക്ക് എഴുതുക. നമ്മളോട് തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരങ്ങൾ എഴുതുക. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ പൊതുവായി ഒഴുക്കിൻ്റെതായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്കൊരു ഒഴുക്ക് നൽകുന്നത്? ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചില ഒഴുക്കുകൾ കിട്ടുമെന്ന് നമുക്കറിയാം. അതിൽ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ആ പേപ്പറിലേക്ക് എഴുതി വെക്കുക. അപ്പോ പിന്നീട് അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ ഒഴുക്കിന്റെ അവസ്ഥയിൽ നിങ്ങളെ എത്തിക്കുന്നത്? അതിന് ചില കാര്യങ്ങൾ കാണും. നിങ്ങളെ ഒഴുക്കിൽ എത്തിക്കാൻ അതിന് ചില പ്രത്യേകതകളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കണം. അതുപോലെ മറ്റൊരു ചോദ്യം കൂടി ചെയ്യുന്നു: ഈ ജോലികളൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാനാണോ ഇഷ്ടം, അതോ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടത്തോടൊപ്പം ഇരുന്ന് ചെയ്യുന്നതാണോ നിങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്നത്? അത് ചിലരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവർക്ക് ഈ ഒറ്റയ്ക്ക് തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഏതാണ്ട് ഒറ്റയ്ക്ക് തൊഴിൽ ചെയ്യാൻ ആർക്കും ഇഷ്ടമുണ്ട്. അങ്ങനെ അതുപോലെ നമ്മുടെ എല്ലാവരോടും നമ്മൾ തന്നെ സ്വയം ചോദിക്കുമ്പോൾ അറിയാം, ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ ഗ്രൂപ്പിലായിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം? കാരണം അതിൽ കൂടുതൽ നമുക്ക് ഒഴുകാൻ കഴിയുന്നത് ഏത് അവസ്ഥയിലാണ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കണം. അപ്പോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ട് നയിക്കാനുള്ള ഇക്കിഗായിയെ നിങ്ങൾ കണ്ടെത്തുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പോ ഇഷ്ടമുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് നമ്മളൊരു വിഷയം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള മറ്റൊരു സംഗതി കൂടി നമുക്ക്, കാരണം എന്താണ്, വിരസത ഉണ്ടാകുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ വയലിൻ വായിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുമ്പോൾ അവിടെയും ഒരു വിരസത വരും. അപ്പോൾ മറ്റൊന്നുകൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ് എന്ന് വിചാരിക്കുക. ഫോട്ടോഗ്രാഫിയിൽ ഒരു പാഷനുണ്ട്, ഫോട്ടോ എടുക്കുവാനൊക്കെ ഇഷ്ടമാണ്. അതിലിങ്ങനെ പോകുമ്പോൾ വിരസത ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ആളായി മാറാം, പെയിന്റർ ആകാം. വിരസത വരുമ്പോൾ ഉടനെ പെയിന്റ് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു വന്ന് ഇങ്ങനെ നമുക്കൊരു ഒഴുക്കിനെ കണ്ടെത്തിക്കൊണ്ട് ഇക്കിഗായിയെ കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിൽ വിജയം നേടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കും. ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാനസികതയ്ക്കുമുള്ള നന്ദിയും കടപ്പാടും